ജോന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിന്നെ അതിനായിരിക്കും കമന്റ് സെക്ഷനിൽ എനിക്ക് പൊങ്കാല. ഷിജുവിന്റെ ബർത്ത്ഡേ ആയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജോയുടെ പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേ ആണ് അവള്. അതാണ് ഫാമിലി കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും. പ്രകസനമാണ് സച്ചി. കള്ളക്കച്ചനുണ്ട സെറമോളുടെ എന്താണ് ചെയ്യാ. ഇന്ന് ജോയുടെ പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേ ആണ് അതുകൊണ്ട് എന്താ ജോലി ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മുടെ പീരിയഡ്സ് ഡേ ഒക്കെ ആയിരിക്കാൻ നേരത്ത് ഹസ്ബൻഡ്സ് ജോലിക്ക് പോണവരാണെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടാവും. ടീച്ചർ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ആണെങ്കിൽ നിങ്ങൾ പീരിയഡ്സ് വൈഫിനോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവൻ നിങ്ങൾക്ക് ലീവ് എടുത്താൽ ഒരു ലീവൊക്കെ ഒരു 1 month എടുത്താൽ ഓക്കെ ഉള്ളവരാണെങ്കിൽ പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ ഓർ സെക്കൻഡ് ഡേ ആ ലീവ് നിങ്ങൾ വൈഫിന് വേണ്ടി എടുക്കുവാണെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യണ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് അത് തന്നെയായിരിക്കും. പക്ഷേ ഇത് അറിയാൻ ഒരിക്കലും പീരിയഡ് സമയത്ത് ലീവ് എടുക്കൂല. കാരണം എന്താ, ഇന്നലെയൊക്കെ ജോടെ ദേഷ്യം കണ്ടിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റും. ആക്ച്വലി ദേഷ്യം കൂടുതൽ വരുന്ന റീസൺ എന്ന് വെച്ചാൽ നമുക്ക് വയറുവേദനയും വല്ലാത്തൊരു അസ്വസ്ഥതയ്ക്ക് ഇരിക്കാൻ നേരത്ത് ഇപ്പൊ ഈ കണ്ടോ ഈ ഒരു കുഞ്ഞു സാധനം ഉണ്ട്. എന്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു സാധനം വേറെ ഉണ്ട്. അതിപ്പോ അംഗനവാടി പോയിക്കണേണ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കി എന്റെ പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. കിടക്കാൻ പോലും പറ്റുന്നില്ല വയറുവേദന എടുത്തിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമുക്ക് ദേഷ്യം എല്ലാം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ ക്ഷമിപ്പിച്ചാ പീരിയഡ്സിന്റെ പണ്ടത്തെക്കാളൊക്കെ ദേഷ്യം ദേഷ്യമൊന്നുമില്ല. കൊറേയൊക്കെ ഞാൻ ക്ഷമിക്കുന്നുണ്ട് ഇല്ലേ, ക്ഷമിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ പറഞ്ഞൊന്നും വേറെ ഒന്നുമല്ല. സോ വൈഫിനൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം അവർക്ക് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ലീവൊക്കെ എടുത്ത് അവർക്ക് വേണ്ടി ആ ഒരു ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യുക. അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും. ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പവും വെള്ളക്കടലക്കറിയുമാണ്. ഞാൻ ഫുഡ് കഴിക്കണില്ലേ? പ്രകസനമാണ് സച്ചി. ഗൈസ് കണ്ടല്ല, എൻ്റെ അപ്പവും കടലക്കറി എടുത്തിട്ട് പോണ് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പത്തിന്റെ കൂടെ കോമ്പിനേഷൻ ആക്ച്വലി കറുത്ത കടലയാണ്. നമുക്ക് കറുത്ത കടല അവൈലബിൾ അല്ല. സാറമ്മ അപ്പം നടി എന്നാ കപ്പിടിച്ച് തിന്നോട്ടാ. ഗുഡ് ഗേൾ ആണോ സാറാ? അതല്ല, സാരമോള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല കുട്ടിയായിട്ട് ഇന്ന് കഴിക്കും. വെറുതെ ഉണ്ടോ ഗൈസ്, രാവിലെ കൊടുത്ത കുറുക്ക് കഴിച്ചിട്ടില്ല, അതിനുശേഷം കൊടുത്ത മുട്ടയും കഴിച്ചിട്ടില്ല. ഇപ്പൊ കൊടുത്ത അപ്പവും വായും തുപ്പി തന്നെ ഉണ്ടാവും. ഇപ്പൊ ഇവളുടെ ബ്രേക്ക്ഫാസ്റ്റ് രീതി ഇങ്ങനെയാണ്. അതായത് ഒരു 10 മിനിറ്റ് കൂടുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എൻ്റെ അപ്പവും കറിയൊക്കെ ഞാൻ മുക്കി തിന്നണ കണ്ടിട്ട് ഇപ്പൊ തിന്നണ സീനാണ് നിങ്ങൾ കാണുന്നത്. സേരമോളെ കൈ എരിയൂട്ടാ. കഴിച്ചാ നോക്കട്ടെ. ആ ഇനി വായിലേക്ക് വെക്ക്. അങ്ങനെ മുക്കി കഴിഞ്ഞിട്ട് കഴിക്കണം. ആ കഴിച്ചോ. ആ സേറമോൾക്ക് കളിയാണ്. അപ്പൊ സോ അമ്മ കഴിച്ചോളാം. അമ്മ കൂടെ തന്നെ പോയിട്ട് പണിയായിട്ടുണ്ട്. സേറമോൾക്ക് ഫുഡ് കൊടുക്കാൻ പോണേ. കാരണം സേറമോള് ഭയങ്കര എല്ലാ അവസ്ഥകളാണ് അലമ്പാണ്. ബിക്കോസ് അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് റൂട്ടീൻ ഇത്രയും പെർഫെക്റ്റ് ആയിരുന്നില്ല. അപ്പൊ സോ സേറമോൾക്ക് ഈ പാത്രം മേടിച്ചിട്ട് സേറമോൾക്ക് കുറച്ച് ഇഷ്ടമാണ് പാപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ പല തരത്തിൽ പിള്ളേർക്ക് ഇങ്ങനെ എല്ലാം കണ്ട് കഴിക്കാൻ നേരത്തെ ഒരു ഇഷ്ടം ഉണ്ടാവില്ല. കുറച്ച് നേരം ഉണ്ടാവുമെങ്കിൽ പോലും ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടി ഇതൊക്കെ ഈ ഐഡിയാസ് ഒക്കെ നല്ലതായിരിക്കും ഗൈസ്. അടിച്ചതാണ് ഫുഡ് അടി കഴിഞ്ഞ് നമുക്ക് ഒരു ഷോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പ ഞാൻ ഭക്ഷണം കഴിക്കണം. സേറമോള് ഉറങ്ങിയോണ്ടാണ് നമുക്കിപ്പോൾ ഒരു വീഡിയോ എടുക്കാന്ന് തീരുമാനിച്ചേക്കണത്. ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഷോട്ട് എടുത്തതിനിട്ട് ശേഷം നമ്മൾ നേരെ ഞാൻ ഫുഡ് കഴിക്കും ഗൈസ്. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സയാനെ വിളിക്കാൻ വേണ്ടി പോകും. സയാനെ വിളിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ട്. ക്ലയൻറ്റ് അടുത്ത് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഷിരുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഷിരുവിൻ്റെ ബർത്ത്ഡേ ആഘോഷങ്ങളിലേക്ക് പോകും. ഇപ്പൊ ഈ വർക്കേല് ഞങ്ങള് ആഫ്റ്റർ സയാനിന്റെ ബർത്ത്ഡേക്ക് ശേഷം നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് ഈ സോഫ സെറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ടേബിൾ ഉണ്ടെങ്കിൽ മലയാളി, നമ്മൾ എവറി ഇന്ത്യൻ മലയാളി ഫാമിലീസ് അങ്ങനെയല്ല, ഞാൻ ചീപ്പായിട്ടാണ് കേട്ടാ. പിന്നെ അതിനായിരിക്കും കമന്റ് സെക്ഷനിൽ എനിക്ക് പൊങ്കാല. അതായത് ഒരു ടേബിൾ ഉണ്ടെങ്കിൽ എൻ്റെ പൊക്കത്തോണ്ട് എല്ലാം കൊണ്ട് വെക്കുന്നൊരു സ്വഭാവം.
ഇവിടെ നിങ്ങളിപ്പോൾ നമ്മുടെ ലിവിങ് ഏരിയയിൽ ഇട്ടേക്കുന്ന ടേബിൾ പോർഷനിൽ ഇട്ടേച്ചത്. സോ എല്ലാം കൊണ്ട് ഞങ്ങൾ വെക്കുമായിരുന്നു. ഇപ്പം ഈ സോഫാസിൽ ഇട്ട ശേഷം ഈ വർക്ക് ഏരിയ കുറച്ച് ക്ലീനായി കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിള്ളേർ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങണം അമ്മമാർക്ക് മനസ്സിലാകും. ഭയങ്കര റഷായിരിക്കും. 2 പിള്ളേരൊക്കെ വീട്ടിൽ. അതുകൊണ്ടാണ് സാറ്റർഡേ സൺഡേസിൽ അമ്മമാരോ ദൈവമേ ഇവൻ ഹോളിഡേസ് ഒക്കെ വരുമല്ലോ, ദൈവമേ 10 ദിവസം എങ്ങനെ സഹിക്കുന്നത്. ഇപ്പം എൻ്റെ പപ്പയമ്മയൊക്കെ അറിയായിരുന്നു ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന് ഞങ്ങൾ ഇത്ര സഹിക്കാൻ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു പാരൻ്റ് ആയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി 1 ദിവസം സൈക്കോട്ടിന് വേണ്ടിയിട്ടുള്ള റഷ്. അപ്പോൾ സോ ക്ലാസ്സിൽ അവർ പോയി തുടങ്ങുമ്പോൾ ഇവിടെ സൈലൻ്റ് ആണ്. സെറമോളും കൂടി എൻ്റെ ജൂണിലോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് മിസ് ചെയ്യാറുണ്ട് ഇവരെ. പക്ഷെ എന്നാലും അത് റഷ് ഉണ്ടല്ലോ, വീഡിയോസ് എടുക്കണം, വീടിൻ്റെ കാര്യം ക്ലീൻ ചെയ്യണം, കുക്ക് ചെയ്യണം, അതിനൊക്കെ അവർക്ക് ഫുഡ് ഫീഡ് ചെയ്യണം. സോ ആ ഒരു റഷസിൽ നിന്നൊക്കെ കുറച്ച് റെസ്റ്റ് കിട്ടുന്നത് പിള്ളേർ എന്തായാലും സ്കൂളിലും ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങുമ്പോഴാണ്. ആൻഡ് ദെൻ സേറ ഉറങ്ങുമ്പോഴുമാണ്. ഇപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് വീട് ക്ലീൻ ചെയ്തിട്ട്. ഇങ്ങനെ സേറയൊക്കെ ഉറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ റൂട്ടിൽ പിന്നെ എല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ട് പോണ ഒരു ഫാമിലി പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവൻ ഉണ്ടാകും, കാരണം വീട്ടിൽ കുട്ടികളുള്ള ഫാമിലി എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. കാരണം അവർക്ക് ആ വെച്ച സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. വീട്ടിൽ കുട്ടികളുള്ള ഫാമിലി ആണെങ്കിൽ ഈ സാധനം ഇവിടെ ആണെങ്കിൽ കുറച്ച് നേരം തുടങ്ങണം. സോ അതാണ് ഫാമിലി. ഗൈസ് കറക്റ്റ് 4 മണിയായിട്ടുണ്ടാവും അല്ലേ? 4 മണിക്ക് മുമ്പ് ഞങ്ങൾക്ക് ചായ വെച്ചാൻ എനിക്കും അമ്മച്ചിക്കും വെച്ച് തന്നു. എൻ്റെ പീരിയഡ്സ് ഡേ ഒക്കെ എനിക്ക് ചാൻ നന്നായിട്ട് എന്നെ കെയർ ചെയ്യുന്നുണ്ട് ഗൈസ്. ചായ വരെ എടുത്തു തന്നു. പറഞ്ഞില്ല ഗൈസ്. അപ്പോ നമ്മളെല്ലാവരും കൂടെ കള്ളക്കച്ചിലുണ്ട് സെറമോളുടെ ഗൈസ്. അപ്പോ നമ്മളെല്ലാവരും കൂടെ എവിടെ പോണേ സൈക്കുട്ട? ഷിലുവിന്റെ എന്താണിന്ന്? യാ, ഷിലുവിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഇന്ന്. സോ നമ്മളെല്ലാവരും കൂടെ ഷിലുവിന്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യും? കേക്ക് കട്ട് ചെയ്യല്ലേ? ഓക്കെ. സൈക്കുട്ടിന് ഏറ്റവും ഇഷ്ടമാണ് ബർത്ത്ഡേസിന് കേക്ക് കട്ട് ചെയ്യാൻ പോകാൻ വേണ്ടി. അപ്പൊ സോ സൈക്കുട്ടിനും ഷിലുവും കൂടെയാണ് ഇന്ന് കേക്ക് കട്ട് ചെയ്യാൻ പോണത്. സോ ഇപ്പൊ ഇച്ചാൻ ഇവിടെ അടുത്ത് മെഡിക്കൽ ഷോപ്പിൽ പോയതാണ്. അമ്മച്ചിക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇച്ചാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഇവിടെ പോയാ നേരെ ഷിലുവിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് ഒരു കുഞ്ഞു ഗിഫ്റ്റും വാങ്ങിക്കണം. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അപ്പൊ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. ഷിലുവിന് നമ്മൾ മേടിച്ച ഗിഫ്റ്റ് ഇതാണ് ഗൈസ്. ഷിലുവിനെ കൊണ്ട് ഞങ്ങൾ എത്തിയിപ്പിച്ചു ലാസ്റ്റ്. കുടിച്ചിട്ടൊന്നുമില്ല ഗൈസ്. ആൻഡ് ഓൾസോ നല്ല രസമാണല്ലോ ഗൈസ്. ഇത് ആരുടെ സെലക്ഷനാന്ന് പറയാം ഗൈസ്. ഞാൻ ഗൈസ്. അപ്പോ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. ആക്ച്വലി നമ്മള് ബർത്ത്ഡേ കൊച്ചിനെയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കണത്. ഇപ്പം ബാക്കിയുള്ളവരെല്ലാവരും കാത്ത് ഞങ്ങളിവിടെ കേക്കും വെയിറ്റ് ചെയ്തിരിക്കണേ. ഇതിന് ആരും എത്തിയിട്ടില്ല ഗൈസ്. കേക്ക് കാണിച്ചാൽ കേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ, കസ്റ്റമൈസ് ചെയ്ത കേക്കാണ്. ആ ഇൻസ്റ്റാഗ്രാം പേജിന്റെ കാര്യം. സോ സൂപ്പർ ആയിട്ട് ചെയ്തു കേക്ക്. എന്താണ് കാണാതെ മോള് പള്ളിപ്പെരുന്നാള് നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ? ഇതാണ് നിന്റെ വിശ്വാസം. ഓക്കെ പിന്നെ ബെറ്റർ ആണ്. ഓക്കെ ഇറ്റ്സ് നൈസ് ആക്ച്വലി. കട്ടൗട്ട് ഒക്കെ ഉണ്ട് എന്റെ. ഞാനെന്ത് എടി നോക്കടി പള്ളിപ്പെരുന്നാള് 3 പേരും ഇത് ആ കാലത്ത് എന്താണതൊക്കെ ഇത്ര നല്ല ട്രെൻഡിൽ ആര് ചെയ്തു കൊടുക്കും? ഇൻസ്റ്റാഗ്രാം നല്ലതാണ് അല്ലേ? ഇത് ചില്ലുവും ചിഞ്ചിന്റെ ബർത്ത്ഡേക്ക് അപ്പയുടെ സ്റ്റാറ്റസ് ആണ്, അമ്മയുടെ സ്റ്റാറ്റസ് ആണ്, അപ്പയുടെ സ്റ്റാറ്റസ് ആണ്. സേരമോള് ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. ബർത്ത്ഡേകളിൽ എന്താ പറയാനുള്ളത്? ഇങ്ങനെയൊക്കെയാണ് ഒരു ബർത്ത്ഡേക്ക് സംസാരിക്കുന്നത്. ആ ദീ ഒരു മഹാനെയും വെയിറ്റ് ചെയ്തിരുന്നാണ് ഞങ്ങള് ഇത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കണത്. സോ നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം ഗൈസ്. കട്ട് ചെയ്യാം ഗൈസ്. ഒന്ന് പറയാ ഒന്നല്ല ഒരു ഉച്ചത്തില് കട്ട് ചെയ്യാം. ഓക്കെ
Happy birthday to you. Happy birthday, dear Shilu. പരിപാടി എനിക്ക് ഇഷ്ടമല്ല വലിയ ശരിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആണല്ലോ ബർത്ത്ഡേക്ക് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റൊക്കെയാണ് വെക്കാം ഇതാ ഫുൾ ഗിഫ്റ്റാണ് തിന്നുന്നത് താഴത്തേക്ക് ഇറക്കട്ടെ ഞാനിത് എനിക്ക് പറ്റണില്ല ഇളക്കാൻ പൊക്കില്ലാത്തോണ്ടാ തന്നിട്ടല്ലേ ശരിന്റെ ബർത്ത്ഡേ ആയിട്ട് നെയ്ച്ചോറുണ്ടാക്കിയിട്ടുണ്ട് ഇളക്കി കൂട്ടിട്ടേ കറക്റ്റല്ലേ അമ്മേ തിരക്കെന്ന് വെച്ചാൽ ഈ 2 എണ്ണം ചോറിനുള്ള സമയമായി ഞാൻ 8 മണിയാകുമ്പോൾ കൊടുക്കും അതിന്റെ സേറക്ക് പിന്നെ കൊതിയാണ് ഇപ്പൊ മണം അടിച്ചിട്ടുള്ള കൊതിയിലാണ് സേറ തിന്നാൻ അപ്പൊ നമ്മുടെ ചിക്കൻ കറി കാണിച്ചത് സൂപ്പർ സൂപ്പർ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായി ഗൈസ്. ഇനി ഞങ്ങൾ കഴിക്കാൻ പോണ ഗൈസ് ഷില്ലിന്റെ ബർത്ത്ഡേ ഞങ്ങൾ തകർക്കുകയാണ് ഗൈസ്. ഇത് ഏറ്റവും Mày em mẹ. Mày em mẹ. Mày em mẹ.